ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഞാൻ ഇപ്പോൾ ഒരു വർഷത്തിന് മേലായിട്ടാണ് വീഡിയോ ഇട്ടിട്ട്. അത് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തീരെ എഡിറ്റ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ആക്കിയതാണ്. ഇപ്പം ഞാനുള്ളത് നാട്ടിലാണ്. ഞാൻ ഖത്തറിലായിരുന്നു. ഖത്തറിൽ നിന്ന് UAE പോയി. UAE നിന്ന് തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഒരു മാസമായിട്ട്, ഏകദേശം ഒരു മാസമായി ഞാൻ വന്നിട്ട്. ഇപ്പം ഞാൻ കുറച്ച് ഫ്രീ ഒക്കെ ആയപ്പോൾ ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേക ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. ഞാനിപ്പം വരും തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു ഞാൻ വന്നത്. അത് ലൈഫിലെ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അർജൻറ്റായിട്ട് വന്നതാണ് കേട്ടോ. ഞാനിങ്ങനെ എറണാകുളത്ത് വന്നതായിരുന്നു കേട്ടോ. എനിക്ക് എറണാകുളത്ത് ഒരു ഓഫീസിൽ വരേണ്ട അർജൻറ്റായിട്ട് കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടുന്ന് രാവിലെ കോൾ വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. ഫുഡ് കഴിക്കാനായിട്ടൊന്നും സമയം ഉണ്ടായില്ല. അപ്പോൾ ഫുഡൊക്കെ ഞങ്ങൾ ഇലയിലേക്ക് എടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് കൊണ്ടുവരിക ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ നേരെ എത്തി. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴും ഞങ്ങൾ ഓഫീസിലെത്തി, കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ മറൈൻ ഡ്രൈവിൽ നേരെ വന്നു കേട്ടോ. കുറേ ആയില്ല ഇപ്പം ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ടാകും ഞാനിവിടുന്ന് പോയിട്ട് ഏകദേശം. അപ്പോൾ ഇതേ നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ് കേട്ടോ. അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇലയൊക്കെ വാട്ടിയിട്ട് ചോറും നല്ല മീൻകറിയൊക്കെ ആയിട്ട് പൊതിഞ്ഞിട്ട് എടുത്ത് ആ ഒരു നല്ല പ്രത്യേക സ്മെല്ലാണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ തൊട്ടടുത്തൊരു ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു കേട്ടോ. മറൈൻ ഡ്രൈവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങൾ സത്യത്തിൽ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോഴാണ് അവിടെ എന്തോ കണ്ടപ്പോൾ ഞങ്ങൾ എന്തോ കല്യാണമോ അങ്ങനെ എന്തോ ഫംഗ്ഷൻ ആണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയതാട്ടോ. അപ്പോഴേ നോക്കുമ്പോൾ അവിടെ ഫ്ലവർ ഷോ കണ്ടത്. അപ്പം ജസ്റ്റ് നമുക്കിന്ന് അവിടെ ഇങ്ങനെ കയറിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ആ സൈഡിൽ കൂടെ നടന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഫ്ലവർ ഷോയുടെ അതിലേക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് ആദ്യമായിട്ടാണ് ഫ്ലവർ ഷോ കാണുന്നത്. മുന്നേക്ക് അവിടെ ഞാനവിടെ ഉണ്ടായിരുന്നു ഒരു വർഷത്തോളം. പക്ഷെ ഞാൻ ഫ്ലവർ ഷോ ഒന്നും കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അടിപൊളിയായിരുന്നു. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ, സൈഡിൽ കൂടെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉള്ളിൽ കയറാൻ പോയത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും അവിടെ എൻട്രി അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ എൻട്രി ടിക്കറ്റ് ഉണ്ട്, ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഏരിയ ഒക്കെ ഒന്ന് നോക്കിയപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പോൾ നമ്മളെ 100 രൂപയാണ് ഒരാളുടെ ചാർജ് കേട്ടോ. അപ്പോൾ ഞങ്ങളത് നടക്കട്ടെ. അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് പേരുണ്ട്. ഒരുപാട് ദൂര സ്ഥലത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. ഫ്ലവർ ഷോ കാണാനായിട്ട് കോട്ടയത്തു നിന്നും കൊല്ലത്തു നിന്നൊക്കെ ആൾക്കാർ വന്നവരുണ്ട്. കാരണം അവർ എല്ലാ വർഷം വന്നിട്ട് കാണാറുള്ളതാണ്. ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ അവിടെ പോയപ്പോൾ കയറിയത് കേട്ടോ. പക്ഷെ കയറിയപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്തൊരു അടിപൊളി പരിപാടിയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ വെക്കേഷൻ സമയം ആയതുകൊണ്ടാവാം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ പാരൻസ് ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പരിപാടി തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളായിട്ട് ഓൾമോസ്റ്റ് ഇത് വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം ആർക്കിലൊക്കെ വരാൻ പറ്റാത്തവർ, ഞങ്ങളിതുപോലെ പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും പോയതല്ല. അപ്പോൾ അതുപോലെ വേറെ ആരും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കും എല്ലാവർക്കും കാണാം എന്ന് കരുതിയിട്ട് ഫുള്ളായിട്ട് എടുത്താണ്. പിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ പോകാം. അത്ര അടിപൊളിയായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്ത് ഭംഗിയാണ്. ഫ്ലവേഴ്സിൻ്റെ ഒക്കെ കളേഴ്സൊക്കെ അടിപൊളിയായിട്ടാണ്. ഡിസൈനൊക്കെ ഒരുപാട് നല്ല ഭംഗിയുണ്ട്. അവർ അറേഞ്ച് ചെയ്തത് നല്ല ഭംഗിയുണ്ട്. പക്ഷെ മിക്ക ആൾക്കാരും പറയുന്നുണ്ട് നല്ല അടിപൊളിയാണ്, സെറ്റ് ചെയ്തതൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാളും കളക്ഷൻസ് ഉണ്ടായിരുന്നു മുന്നത്തെ വർഷം എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് പോകുന്ന കാരണം എനിക്ക് മുന്നത്തെ വർഷത്തിൻ്റെ ഇപ്പം ഇങ്ങനെയാ അത് പറയാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്കിപ്പോൾ കാണുന്നത് പറയാൻ പറ്റില്ല. അടിപൊളിയാണ്. ഒരുപാട് സസ്യങ്ങളും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് നല്ല വെറൈറ്റീസ് തന്നെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇഷ്ടപ്രകാരം ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ആർട്ടിസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ ശരിക്കും ഇരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ അവർ നമ്മളെ നോക്കി വരക്കും. അതേപോലെ അതും നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഞങ്ങളതൊന്നും ചെയ്തില്ല. അതുപോലെ ഫ്ലവേഴ്സൊന്നും വാങ്ങുകയൊന്നും ചെയ്തില്ല. ഒക്കെ കണ്ട് സെറ്റ് ചെയ്ത് കണ്ട ഒരുപാട് ഫാമിലീസ് ഉണ്ട് കേട്ടോ. നല്ല തിരക്കാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത്യാവശ്യം ഏരിയ ഉണ്ട്, ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ നല്ല നമുക്കിങ്ങനെ
ശരിക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ പോകും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ. അത്രയും ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്.
ഫ്ലവർ ഷോ ഒക്കെ മൊത്തം ഞങ്ങള് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഉള്ളിലേക്ക് തന്നെ ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ. അതിൽ കയറിയപ്പോഴാണ് ഇവിടെ ഒരുപാട് ചെടികളും അതുപോലെ സീഡ്സും ഗ്രോ ബാഗും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന സെക്ഷൻ കണ്ടത്. ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ സംഭവങ്ങളും നമുക്ക് മേടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരു സൈഡിൽ മൊത്തം ചെടികളൊക്കെ ഉണ്ടല്ലോ, അത് ഒരുപാട് വെച്ചിട്ടുണ്ട്. ഒരുപാട് വലിയ വലിയ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ നല്ല റേറ്റ് കാണിക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ. പക്ഷെ അത് ചിലപ്പോൾ മുന്നേ അത്ര റേറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് ചെടികളൊന്നും മേടിക്കാത്ത കാരണം എനിക്ക് എത്രയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് അറിയുന്നില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല റേറ്റ് തോന്നിക്കുന്നുണ്ട്. അധികം ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇപ്പോൾ സാധാ വില അത്ര തന്നെ ആയിരിക്കും എന്നാണ്. എന്തായാലും അടിപൊളിയാണ്. ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഒരു കളർ മാത്രമല്ല, ഒരുപാട് കളേഴ്സ്. ഞാനൊക്കെ അതിശയിച്ചു പോയി, ഇത്രയധികം കളേഴ്സ് തന്നെ ഒരു ചെടിയിൽ കിട്ടുമെന്ന്. പിന്നെ ഈ നടന്ന് ക്ഷീണിച്ച് വരുന്നവർക്ക് കഴിക്കാനായിട്ട് ഇവിടെ ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഫ്ലേവേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഫർണിച്ചേഴ്സ് ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് റൈസ് കുക്കറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയാണ്, എല്ലാ സംഭവങ്ങളുള്ള അടിപൊളി റൈസ് കുക്കറാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള കുറേ പെൻസിലും കുറേ അവർക്ക് കളിക്കാൻ പറ്റില്ല കുറേ ഐറ്റംസും അങ്ങനെ ഉണ്ട് ഒരുപാട്. പിന്നെ അലുവ, സ്വീറ്റ്സുകൾ ഇഷ്ടപ്രകാരമുണ്ട്, അച്ചാറുകളൊക്കെ ഒരുപാടുണ്ട്. ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ എല്ലാം നമുക്ക് മേടിച്ച് കഴിക്കാൻ തോന്നും. അത്ര അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ സംഭവങ്ങളുണ്ട്. ഞങ്ങൾ ഫർണിച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും നല്ല സഹകരണമുള്ള സ്റ്റാഫ് കേട്ടോ. എല്ലാം അവിടെ നിൽക്കുന്നവരൊക്കെ എല്ലാവരും നന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിത് മൊത്തം നടന്ന് എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നടന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴട്ടെ ഈ ഒരു സംഭവം കണ്ടത്. താരം മാറും 3 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ പണം തിരികെ തരും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് നോക്കുമ്പോൾ ആയുർവേദിക് ഓയിലാണ്. അപ്പോൾ അവിടെ ആയുർവേദ എല്ലാ സംഭവങ്ങളും ഉണ്ട്, ഷാമ്പും സോപ്പ് ഫേസ് വാഷ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ ചേച്ചി ഒന്ന് ടെസ്റ്റ് ചെയ്താണ് കയ്യിൽ. ഇത് ഫേസിൽ അപ്ലൈ ചെയ്യണതാണ്. ജസ്റ്റ് കയ്യിൽ അവരൊന്ന് ഡെമോ കാണിച്ചതാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് സോപ്പ് വെച്ചിട്ട് ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കണം. സംഭവം പെട്ടെന്ന് നോക്കിയപ്പോൾ 2 കൈയും കൂടെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ഡിഫറൻസ് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ചെറുതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അത് പെർമനൻ്റ് ആയിട്ട് നിൽക്കുമോ എന്താവുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ മേടിച്ചില്ലാണ്. ഒരുപാട് ഇതുണ്ട്, ജെല്ലും ക്രീംസും സോപ്പുകളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ആയുർവേദമാണ്, കെമിക്കലൊന്നും ഇല്ലാന്ന് അവർ ഒരുപാട് തറപ്പിച്ചിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ട്രൈ ചെയ്തൊന്നുമില്ല. എങ്ങനെ എൻ്റെ സ്കിന്നിന് ചിലപ്പോൾ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. അപ്പം ഞാനതുകൊണ്ട് ഒക്കെ എല്ലാം നോക്കി ഒന്നും മേടിച്ചൊന്നുമില്ല. ഞങ്ങളൊരു പ്ലാൻഡ് അല്ലല്ലോ, ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയതുമല്ല. പെട്ടെന്ന് ഒരു ഇതിന് പോയി ഇങ്ങോട്ടൊന്ന് കയറി അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഒന്നും വാങ്ങിക്കാനോ അങ്ങനത്തെ ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതേ വീണ്ടും കൈത്തറി ഐറ്റംസോ അങ്ങനെ എന്തൊക്കെയോ ലെതറിൻ്റെ അങ്ങനെ എന്തൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ എല്ലാം വാങ്ങിക്കാൻ തോന്നും. പിന്നെ പാത്രങ്ങളുടെ ഒക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ഒരുപാട് ആൾക്കാർ മേടിച്ച് പോകുന്നുണ്ട് കേട്ടോ. വീടൊക്കെ താമസമുള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അത്രയും വലിയ റേറ്റൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇത് ഇവിടെ ആൽവയുടെ ഒരു സെക്ഷനാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് തരും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്.
കാഞ്ചന മൊയ്തീന് കൊടുത്തതുണ്ട്, ഷാജാൻ കൊടുത്തതുണ്ട്. വന്നേ കഴിച്ചു നോക്കി മേടിക്കമ്മ. വന്നേ ഏതാണ് വേണ്ടിയെന്ന് ചോദിക്കാം. പിന്നെ അവിടെ അത് ലാസ്റ്റ് ഭാഗത്തേക്ക് വരും കേട്ടോ. അപ്പോൾ അവിടെ ഫുഡ് കോർട്ടൊക്കെ പോലത്തെ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ പാനിപ്പൂരിയുടെ സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൂരി. ഞാൻ പിന്നെ പുറത്ത് ബംഗാളീസൊക്കെ ഉണ്ടാക്കുന്ന കാരണം എനിക്ക് അത്ര അവിടെ നിന്ന് മേടിച്ച് കഴിക്കാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് നമ്മൾ മലയാളികൾ ചേച്ചിമാരൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ ഇനി തിരിച്ച് പോവാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ട്രെയിനിലാണ്. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് ഇനി ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. കാരണം ന്യൂ ഇയറും വെക്കേഷനൊക്കെ സമയമായതുകൊണ്ട് ട്രെയിനൊക്കെ നല്ല തിരക്കാട്ടോ. അപ്പോൾ രാത്രിയല്ല റിസ്ക് എടുക്കണ്ടെന്ന് കരുതി. അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ട് പോണ എൻട്രൻസ് ആട്ടോ. തിരിച്ചു വരുന്നത് ആ സൈഡാണ്. അങ്ങനെ ഇത് ഞങ്ങൾ അവിൽ മിൽക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. മെറൈൻ ഡ്രൈവിലാണല്ലോ ഇത്. എന്താന്ന് വെച്ചാൽ കുറേ അവിൽ മിൽക്ക് കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാവുന്ന സ്പോട്ടാണ് ലാസ്റ്റ് റൂം. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ഇവിടുത്തെ അവിൽ മിൽക്കും. അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു അവിൽ മിൽക്കൊക്കെ മേടിച്ച് കഴിച്ചു. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും.